കൂർക്കംവലി അഥവാ സ്നോറിങ് ഒരു വില്ലൻ ആവുന്നുണ്ടോ? എന്താണ് കൂർക്കംവലി അഥവാ സ്നോറിങ്? നമ്മൾ ഉറങ്ങുന്ന ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മൾ ഈ ശ്വസിക്കുന്ന എയർ പാസ് ചെയ്യുന്ന ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ചുരുങ്ങും അല്ലെങ്കിൽ നാരോഡ് ആവും. അന്നേരം അവിടെയുള്ള ടിഷ്യൂസിൽ ഈ എയർ ഗ്ലൈഡ് ചെയ്ത് പോകും. അന്നേരം കേൾക്കുന്ന വൈബ്രേറ്റിംഗ് സൗണ്ട്സ് ആണ് ഈ കൂർക്കംവലി. അത് ജനറലി എല്ലാവരിലും പ്രസന്റ് ആണ്. എല്ലാവർക്കും ഈ പറയുന്ന ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. എന്നാൽ ഇത് ചില കണ്ടീഷൻസിൽ വില്ലനായി മാറുന്നു. കാരണം നമ്മുടെ കൂടെ ആരാണുള്ളത്, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പാരൻസ് ആയിരിക്കും കൂർക്കംവലി ഉണ്ടോ എന്ന് അറിയുന്നത്, നമുക്കത് അറിയാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ ഭാര്യയാണെങ്കിൽ ഭർത്താവിനായിരിക്കാം മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ വൈസ് വേഴ്സ, നമ്മുടെ കൂടെ ആരാണോ കിടക്കുന്നത് അവർക്കായിരിക്കും ഇതിൽ ബുദ്ധിമുട്ടായി തോന്നുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒബേസിറ്റി, നമുക്ക് അമിതമായ വണ്ണം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന കൂർക്കംവലി ഉണ്ടാവും. രണ്ട്, നമ്മൾക്ക് ഏജ്ഡ് ആയിട്ട് കുറച്ച് പ്രായമാവുമ്പോൾ ഈ പറയുന്ന പോലെ ഉണ്ടാവും. തേർഡായിട്ട് നമ്മൾ ആൽക്കഹോൾ കൺസപ്ഷൻ ഉണ്ടെങ്കിൽ കൂർക്കംവലി ഉണ്ടാവാം. നാലാമതായിട്ട് റെസ്പിറേറ്ററി എയിൽമെന്റ്സ്, എന്നാൽ ശ്വാസനാളമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലും ഈ കൂർക്കംവലി നിൽക്കാം. ഒബേസിറ്റി അല്ലെങ്കിൽ ഏജ്ഡ് ആവുന്ന ആൾക്കാരിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മസിൽസ് ഒരു പോ ടോണിലേക്ക് വരും, വീക്ക് ആയിട്ടുള്ള ഒരു ടോൺ ആവും, മസിൽസ് ഒക്കെ സ്ട്രെങ്ത് കുറവായിട്ട് വരും. അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന പാസേജ്, നമ്മൾ എടുക്കുന്ന ശ്വാസം, ആ കടന്നു പോകുന്ന ശ്വാസനാളങ്ങളൊക്കെ ചെറുതാവുന്നു. അപ്പം അതിന് പോകാനുള്ള സ്പേസ് കുറയുന്നു. അങ്ങനെ ഇത് വൈബ്രേറ്റ് ചെയ്ത് കൂടുതലായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നു. ചെറിയ സൗണ്ട് ആണെങ്കിൽ ഈ പറയുന്നത് നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ ഇങ്ങനെ ഇതിന് ചുരുക്കം സംഭവിക്കുന്നത് എന്താ, അമിതമായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്ക് ഉറങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ഇപ്പൊ പാർട്ട്ണർ ആൽക്കഹോൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ആ സമയത്ത് ഈ കൂർക്കംവലി മടങ്ങായിരിക്കും. കാരണം കുറച്ചുകൂടെ ആൽക്കഹോൾ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ മസിലിന്റെ ടോൺ കുറച്ചുകൂടെ വീക്കാവും. അന്നേരം ഈ സൗണ്ട് കുറച്ചുകൂടെ കൂടി വരാം. അപ്പോൾ നമ്മൾ ഒബേസിറ്റി പറഞ്ഞു, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലും ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നവരിലും ഇതുണ്ടാവും എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് റെസ്പിറേറ്ററി ആയിട്ടുള്ള ഡിസീസസ് ഉള്ളവർ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നോസ് ടു ത്രോട്ട് ആ ഒരു ഏരിയയിൽ, ഇപ്പം നീസിൽ പോളിപ്പോ, ടെർബിനേറ്റ്സോ, അല്ലെങ്കിൽ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സൈനസ് ഇൻഫെക്ഷൻസോ, ഈ ഇൻഫെക്ഷൻസ് ഒക്കെ റെക്കറൻ്റ് ആയിട്ടുള്ള എസ്പെഷ്യലി കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സ്നോറിങ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ കണ്ടുപിടിക്കണം. ഇനി ഓരോ സ്റ്റേജിലും ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന, അതിൻ്റെ എന്താണോ കാരണം അതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒബേസിറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ BMI കറക്റ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്ത് അതിനെ നോർമലൈസ് ചെയ്യുക. സെക്കൻഡ്, ആൽക്കഹോൾ ആണെങ്കിൽ ആ ഒരു കാരണത്തെ നമ്മൾ മാറ്റി നിർത്താൻ നോക്കുക. ഏജ്ഡ് ആയിട്ടുള്ള പല എയ്ഡ്സ് ഉണ്ട്, മീസിൽ, സ്ട്രിപ്സ്, അതേപോലെ ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ അമിതമായി ഫുഡ് കഴിക്കുവാണെങ്കിൽ ആ ഡയറ്റ് കുറച്ചുകൂടെ എന്താ പറയുക, ചെറിയ ലഘുഭക്ഷണമായി കഴിക്കുക, അല്ലെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ ഇതിനൊന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാം. പക്ഷേ ഈ റെസ്പിറേറ്ററി കണ്ടീഷൻസ് അനുബന്ധമായിട്ടുള്ള കൂർക്കംവലിയാണെങ്കിൽ നമ്മൾ ആ ഡിസീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റണം. അത് ചെറുപ്പക്കാരിലാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ പിന്നെ ഈ കൂർക്കംവലി നമുക്ക് മാറ്റാൻ പറ്റാതെ വരും. ഒരു ചെറുപ്രായത്തിലായിരിക്കില്ല നമുക്ക് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് തോന്നുന്നത്. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്തായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ അലട്ടാൻ പോകുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളിൽ അത് പേരൻസ് കാണുവാണെങ്കിൽ നോട്ടീസ് ചെയ്യുക, കറക്റ്റ് ടൈമിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ റെസ്പിറേറ്ററി കണ്ടീഷൻസിലുള്ള ആൾക്കാരിലാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ എക്സസൈസും ചെയ്യണം. കാരണം അവരുടെ BMIയും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എന്നാൽ ാണ് ഇതിന് ഒരു ഹെൽപ്ഫുൾ ആവുക. മെഡിസിൻ്റെ കൂടെ അതും നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ റെസ്പിറേറ്ററി കണ്ടീഷനിൽ മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഫേഷ്യൽ മസിൽസിൻ്റെ എക്സസൈസസ് കൂടി ചെയ്യുക. അതിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന കൂർക്കംവലി എന്നുള്ള കണ്ടീഷൻ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുന്നത്. അതേപോലെ പല പേഷ്യൻസ് ഇവിടെ വരുന്നവർ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ, സ്ലീപ്പ് അപ്നിയ പോലത്തുള്ള കണ്ടീഷൻസിന് വേണ്ടിയിട്ട് അവർ ബൈപാപ്പ് മെഷീൻ, CPAP മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തായിരിക്കും രാത്രിയിൽ. അത് ഇവരുടെ എയർ ഫ്ലോ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറേ മെഷീൻസ് ആണ്. അത് യൂസ് ചെയ്ത് കിടക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞപ്പം ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും മെഷീൻസ് ഇല്ലാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്ക് ഈ മെഡിസിൻ കഴിച്ച് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്.